പുഷ്പം പോലെ വെള്ളപ്പങ്കടിയുടെ അപ്പച്ചോണ്ട് ടബേ 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 എന്ന് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞത് ഞാൻ ഈ പോയിന്റ് കണക്കിലെടുക്കുന്നില്ല. നല്ല ബോറാണ്, നല്ല ബോറാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട് ഭാഗ്യം, അടി പൊളിയാത്തത് ഭാഗ്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. കുറെ കാലമായി ഞാൻ ആദ്യനെ വീഡിയോയിലോട്ട് വിളിച്ച് എന്താ പറയാ കഷ്ടപ്പെടുത്താത്തത്. സമാധാനം ഉണ്ടായിരുന്നു. വേണ്ട വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് അറിയോ? അറിയില്ല എന്ന് പറയണം. അപ്പൊ ഞാനിങ്ങനെ പറയും, അറിയില്ല, ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ. അപ്പൊ ഇന്നത്തേത് മേക്കപ്പ് ബ്രാൻഡ്സിന്റെ നെയിംസ് ഗസ് ചെയ്യുന്ന ചാലഞ്ചാണ്. നിസ്സാരം. ഇപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് അത്യാവശ്യം എന്താ പറയാ ബ്രാൻഡ്സും പ്രൊഡക്ട്സും ഒക്കെ നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ അത്ര ഫ്ലോപ്പ് ആവൂലാതെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞു കളയരുത്, ഓക്കെ? കുറച്ചൊക്കെ തെറ്റിക്കണം, അറിഞ്ഞുകൊണ്ട് തെറ്റിക്കണം. അറിയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എന്തായിരുന്നു എന്നൊക്കെ പറയാം, ഓക്കെ? അപ്പൊ തുടങ്ങാലോ. ആദ്യത്തേത് നമുക്ക് ചെറിയ സിമ്പിൾ സാധനങ്ങൾ കൊടുക്കാം. പാവല്ലേ കുട്ടി? ഓക്കെ, ഫസ്റ്റ് ഇത് നമ്മുടെ മറ്റേ കുളിക്കണ സാധനം. ബ്രാൻഡാ പറയണ്ടേ? വെരി സിമ്പിൾ, കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്തത് ഗൂഗിളിന്റെ ലോഗോ. ഗൂഗിളിന്റെ ലോഗോ ഒന്നല്ല. ആലോചിക്കേ, ക്ലൂ വേണോ? ഇത് ഭയങ്കര ഒരു ഭയങ്കര അഫോർഡബിൾ ഫേമസ് ഒരു ബ്രാൻഡ്. ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങളാണോ? ഗാർണിയർ. കറക്റ്റ്. ഞാനില്ലായിരുന്നെങ്കിൽ. അടുത്തത് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഗസ് ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ മറ്റേ കിന്നുവിന് ഇഷ്ടമുള്ള സംഭവം, മറ്റേ അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, മറ്റേ ഷാർലറ്റ് ടിൽബറി. കിന്നുള്ളതുകൊണ്ട് മാത്രമേ ഇത് ജയിച്ചു. ഇതൊക്കെ എന്ത് ഇത് നിങ്ങളുടെ ഈ കച്ചറ ഓർഡർ ചെയ്യുന്ന സാധനം സെഫോറ. ഇതെല്ലാം പറയുന്നേ. ടഫ് ക്വസ്റ്റ്യൻസ് പോരട്ടെ. ഒന്ന് സി ആണ്, ഒന്ന് ഡി ആണ്. പോയിന്റ് കിട്ടാൻ വേണ്ടിട്ട് ഇത്ര ഇത് അങ്ങനെയാണെങ്കിൽ തിന്നെ എനിക്കറിയില്ല. ക്രിസ്ത്യൻ ഡിയോർ. സാധാരണ ഡിയോറിന് മറ്റേ ഡിയോർന്ന് എഴുതില്ല ചെയ്യാ. ഒറിജിനൽ ബ്രാൻഡ് നെയിം കള്ളക്കളി. ഇത് മറ്റേ പെണ്ണിന്റെ. സത്യം പറ, ഇത് താൻ പോയി ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ട് വന്നതല്ലേ? ആവശ്യമില്ല. ഐ ഹാവ് സീൻ ദിസ്. മറ്റേ പെണ്ണിന്റെ ബ്രാൻഡ് അത്. ഭഗവാനെ കിട്ടല്ലേ, ഞാൻ തേങ്ങ ഫെന്റി ബ്യൂട്ടി. റിഹാന. കറക്റ്റ് ആണ്. എന്റെ കൂടെ ആവുന്ന കുട്ടിക്ക് നല്ല അറിവുണ്ട് മേക്കപ്പ് ബ്രാൻഡ്സിന്. എന്ത് കേൾവി കേൾക്കീங்க? നെക്സ്റ്റ് ഇത്ര നേരമൊക്കെ നോക്കാൻ പറ്റും. ജോർജിയോ അർമാനി. അർമാനിയുടെ ലോഗോ ഒന്നും ഇങ്ങനെയൊന്നല്ല. അർമാനി
ഇത് തേങ്ങയാണെന്ന് അർമാനി അർമാദിക്കല്ലേ? ഇത് പറയൂല, ഇത് പറയൂല, ഇത് പറയൂല, ഇതെനിക്കറിയാം. അറിയൂല, അറിയാം. ഇതിപ്പോ നമ്മള് റീസെന്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത. വേണ്ട പറയരുതേ, പറയരുതേ. അർബൻ ഡികെ. അർബൻ ഡികെ, അർബൻ ഡികെ. അർബൻ. അതുപോലെ CBSE അല്ലേ ഞങ്ങൾ കേരള സ്റ്റേറ്റ് സിലബസ്. CBSE പിള്ളേരെ തൊട്ട് കളിക്കാൻ പാടില്ല. നെക്സ്റ്റ്. ഇതിനെന്തായാലും ക്ലൂ വേണം. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കണ്ടിട്ടുണ്ട്, എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. ഇതും ഒരു ഫേമസ് പാട്ടുകാരിയുടെ ഒരു ബ്രാൻഡ്. പാട്ടുകാരുടെ പേരത്ത് എന്നാ ഞാൻ വായിലേക്ക് ഇങ്ങനെ വെച്ച് ചേർത്തേ കുട്ടാ. സെലീന ഗോമസ്. Correct. Now you have to guess the brand name. ബ്രാൻഡ് അറിയില്ല. അതെങ്ങനെ അറിയാണ്ടൊക്കെ? You know the brand. എനിക്കറിയില്ല. ഉറപ്പാ? ഉറപ്പറിയില്ല. Rare Beauty. ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ലോഗോ ഇത് കിട്ടും. വിക്ടോറിയ സീക്രട്ട്. ഇതിപ്പോ ഓൾമോസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. കച്ചറ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്മൃതി. ഞാനൊരു മേക്കപ്പ് ബ്രാൻഡ് എന്തെങ്കിലും തുടങ്ങുമ്പോ അതിന്റെ പേര് സ്മൃതീസ് കോസ്മെറ്റിക്സ്. എനിക്കറിയില്ല. തോറ്റു. ഷുഗർ കോസ്മെറ്റിക്സ്. It's a nice brand. Okay, they have very good lipsticks. Other one. എലിയോ മാതിരി മറ്റോടത്തെ ലോഗോ ഒന്നും എടുത്തിട്ട് വരാൻ പാടില്ല. എനിക്കറിയില്ല. എലി ഒന്നല്ല. എനിക്കറിയില്ല. ഷുവർ പാസ്. It's Estee Lauder. എന്ത്? Estee Lauder. Estee Lauder ഒക്കെ മനസ്സിലാവണമെങ്കിൽ അവരുടെ മറ്റേ നൈറ്റ് സിറവും ഐ ക്രീമും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇത് മേടിക്കണം എന്നുണ്ടാ ഒരു നൈറ്റ് റിപ്പയറിന്റെ ഒരു ബ്രൗൺ കളർ ബോട്ടില്. എന്താ തനിക്ക് എസ്റ്റി ലോഡർ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായേ? എനിക്ക് എന്താ സാധനം പോലെ എനിക്കറിയില്ല. എസ്റ്റി ലോഡർ. നെക്സ്റ്റ്. ഇത് മോള് വേണം വെച്ചിട്ട് കൊറേ അതിലെ ഞാൻ തോക്കുന്നു. കുറച്ച് ഞാനും തേക്കട്ടോ. എവിടുന്നൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ഗൂഗിളിന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് മോളൊക്കെ തന്നെ അറിയാത്ത ബ്രാൻഡുകള് അതിന്റെ പേരും പ്രൊണൗൺസിയേഷനും പഠിച്ചിട്ട് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കുക. ആയിക്കോട്ടെ, എനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്ക് വേണ്ട ഒരു എന്താ പറയുക, ഒരു പെർഫ്യൂമിന്റെ ഒരു ബ്രാൻഡാണ്. I told you that you said it's very expensive. മറ്റേ കാരോലിന ഹെറേറ. Carolina Herrera അല്ല. And that's not a perfume that I want. So your kindest information. Paco Rabanne. Paco Rabanne. മിണ്ടാണ്ടെന്നോ പേര് തെറ്റിക്കണ്ട. അല്ല. Paco Rabanne എന്താണ്? അതല്ല. പിന്നെ നമ്മൾക്ക് പെർഫ്യൂം വാങ്ങേണ്ടത് നാർസിസോ റോഡ്രിഗസ് ഓൾറെഡി ഉണ്ട്. Inky Pinky Ponky. Father had a donkey. Donkey died. Father cried. Inky Pinky Ponky. തെറ്റാ. അച്ഛാ തോറ്റാ. എനിക്കറിയില്ല. ഗാലിൻ. എന്ത്? ഗാലിൻ. ഇത് ആരോടാ പറഞ്ഞിട്ടുള്ളത് വാങ്ങാൻ? ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ ചെറിയ ഊതിന്റെ ഒരു ഫോട്ടോ കാണിച്ചെന്ന് ഓർമ്മയുണ്ടാ? ഈ കളി ഞാൻ വിരമിച്ച. സിമ്പിള് തരാം. ഇതൊരുമാതിരി ചെറ്റക്കളിയാ ഇത്. പറ എന്താ? ഇതാണ് നമ്മളുടെ സിമ്പിള്. ആ നീലക്കുത്തർ. ഞാൻ പോണു. പറ. എനിക്കറിയില്ല. തെറ്റാ. എനിക്കറിയില്ല. നിവ്യ. എന്നാ പിന്നെ എഴുതിട്ട് കാണിച്ചതാ പോരെ. അതിലൊരു ത്രില്ലില്ലല്ലോ. ബെന്റ്ലി ന്യൂയോർക്കാണ്. ബീഫർ എന്താ? ബോൾ. ബാറ്റ്. ബാഗ്. ക്ലൂ. തനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് താൻ എപ്പോഴും വെച്ചോണ്ടിരിക്കുന്ന ഒരു പഞ്ചാബി പാട്ടുണ്ട് കാറില്. എനിക്കിപ്പോ കേട്ട് കേട്ട് മടുത്തത്. അതിനകത്തുള്ള ഒരാളുടെ പേരൊക്കെ പോലെ. ബർബറിയാണോ?
think you have to connect the dots. I gave you a very good clue. Bad boys on a B. എനിക്കറിയില്ല. ഉറപ്പാണോ? ഉറപ്പ്. ബോബി ബ്രൗൺ. ഏതെന്റെ പഞ്ചാബി പാട്ടിനുള്ള ബന്ധം തന്റെ ആനിമലിന് ആ പാട്ടില്ലേ മറ്റേ കുത്തിക്കൊല്ലാൻ നിൽക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്ന പാട്ട് ആരാ ബോബി ഡിയോൾ. ഇതിലും വലിയ ക്ലൂ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. PML ക്രൗൺ. PM ഉണ്ട്, L ഉണ്ട്, ക്രൗൺ ഉണ്ട്. എനിക്കറിയില്ല. Clue തരാം. One of your friend works here or something like that. മൂന്ന് വേർഡ് ഉണ്ടായിരുന്നു. അതിപ്പോ അതിൽ കണ്ടപ്പോ എനിക്കറിയാം 3 വേർഡ് PML ML. തനിക്ക് ഇഷ്ടപ്പെട്ട മക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ഒരു പേര് കുറച്ചൊന്ന് മിക്സ് ഒക്കെ ചെയ്തിട്ട്. അയ്യോ കിട്ടി. പാറ്റ് മെഗ്രത്ത്. ഞാൻ അര പോയിന്റ്. പാറ്റ് മെഗ്ര അല്ല, മെഗ്രത്ത് എന്നൊന്നുമില്ല. പറഞ്ഞു തരില്ല, ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇല്ല, ആലോചിച്ച് കല്യാണക്കുറി കണ്ടു പോയാ മതി. എനിക്കറിയില്ല. കോച്ച്. നല്ല സുഖല്ലേ. നെക്സ്റ്റ് മാഫി മാലു. ഇത് ചില നമുക്ക് അസുഖമൊക്കെ വരുമ്പോ നമ്മള് പോകുന്ന സ്ഥലമായിട്ടൊക്കെ സാമ്യമുള്ളൊരു പേര്. ക്ലിനിക്കാണ്. ക്ലിനിക് അങ്ങനത്തിലാണ് എന്റെ ബ്രാൻഡ് പേര്. ഉറപ്പിച്ച ഒരു ഉത്തരം അറിയില്ല. അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലിനിക് അതാണ്. ക്ലിനിക് ആയിരുന്നില്ല. ബ്രാൻഡ് ലോഗോ അല്ല, പക്ഷെ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ബ്രാൻഡ്. ഇതൊന്നും കൂട്ടില്ല. കൂട്ടും, കാരണം ഇതിന്റെ മേലെയാണ് അവരെ ബ്രാൻഡ് നെയിം വരുന്നത്. സീരിയസ്ലി ഞാൻ കാണിക്കും, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കും. യു ഹാവ് ടു ഗെസ്. ഇതുമായിട്ട് നമുക്ക് സാമ്യമുള്ള ഒരു സാധനം. എന്റെ കയ്യിൽ വല്ല ഒലക്കി ഉണ്ടെന്ന് തല ഞാൻ തല്ലി പൊളിച്ചേന്. കൈലി കോസ്മെറ്റിക്സ്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇല്ലാത്ത ഒന്നല്ല, ഞാനൊക്കെ ഉള്ളതാ കാണിക്കുന്നു. നിസ്സാരം. അനസ്താസിയ. ഇതൊക്കെ മുന്നേ പഠിച്ചു വെച്ചിട്ട് വന്നേ. 20 ബ്രാൻഡ് നെയിംസ് ചോദിച്ചു, 10 പറഞ്ഞു, 10 ഞാൻ പറഞ്ഞു. This is the tie breaker. This decides who is the winner. Obviously. ഇത് കളിക്ക് കൂട്ടില്ല. ഞാൻ കളിക്ക് കൂട്ടണം. ഇല്ല കൂട്ടില്ല. കളിക്ക് കൂട്ടണം. എന്ത്? ഞാൻ ഇന്നാളും കൂടി ഈ ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. മാക്കാണോ? ഇതൊന്നും ഇല്ല, ഇങ്ങനെയൊന്നുമില്ല. യു ഹാവ് ടു ടെൽ മീ വൺ ആൻസർ. തെറ്റാ. ആൻഡ് ദ ക്ലിയർ വിന്നർ. ഈ ഗെയിമിൽ ഞാൻ ജയിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്ക് ക്ഷീണം. ഹലോ, ജസ്റ്റ് ഒരു സ്കോറിന് 10-10 കട്ടൊക്കെ എന്നിട്ടുണ്ട്. ഏതാ പറയണ്ടേ? ദ ബാം കോസ്മെറ്റിക്സ്. ഇന്നാളെ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതിന് മിന്റിന്റെ ഇതുണ്ട്. ഗുഡ് സ്പോട്ട്. നന്നായി കളിച്ചു. 10-10 അല്ല 11-10. ഒറ്റ പോയിന്റ് അല്ലേ ഉള്ളൂ. ജയിച്ചില്ലേ? ഓക്കെ ശരി, നമുക്ക് കഴിഞ്ഞിട്ട് വേറൊരു ചലഞ്ച് വെക്കാം. എന്റെ വക കാറിന്റെ ബൈക്കിന്റെ ബ്രാൻഡ്. ഞാൻ ഇന്നുപോലെ എല്ലാം കാണാപ്പാടം പഠിക്കും. BMW, ബെന്റ്ലി, മെമ്മോ വെച്ചിട്ടൊന്നുണ്ടായിരുന്നല്ലോ. നയൻതാര വാങ്ങിയ കാറിന്റെ പേര് മേബാക്ക്. എല്ലാം ഞാൻ പഠിച്ചു വെക്കും. ഞാൻ കാണാത്ത കുറെ സാധനങ്ങൾ എന്നെ എടുത്ത് പൊക്കി എടുത്തോണ്ട് വരും. പാട്ടിലെ അല്ല എന്താ കാട്ടിലെ പാട്ട്. ഒറ്റക്ക് പോയാൽ മതി. അല്ല അതെന്തായിരുന്നു? കാട്ടിലെ പാട്ട് മത്സരം വരുന്നേ. Hope you guys enjoy this video. We loved doing this challenge and you have a very clear winner here. There's just 1 point. It's okay. A winner is a win. There's just 1 point. A winner is a winner. Winner is a winner. Winner is a winner. I'm not saying no. Okay. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ hope you guys enjoy this video. അപ്പൊ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള പാർട്ട് 2 ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും.
അത് നമ്മൾക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. സ്റ്റേ ട്യൂൺഡ്.